സാത്താനപ്പൂപ്പൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. വിശ്വാസികൾ ജാഗ്രതയിൽ. ഞാൻ ചോദിച്ചു, ആൺകൊച്ചാണോ വേണ്ടിയത് പെൺകൊച്ചാണോ? അവർ പറഞ്ഞു നാളെയാ പ്രസവം, ഇനിയിപ്പോൾ പറയാനൊക്കുമോ? ഞാൻ പറഞ്ഞാലും എന്നാലും പറ, ഞാൻ ദൈവത്തിൻ്റെ ഒക്കെ പറയാം. അയ്യോ ഇത് പെൺകൊച്ചാന്ന് ഞങ്ങൾ അറിഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയത് ആൺകൊച്ചോ പെൺകൊച്ചോ? പറഞ്ഞു ആൺകൊച്ചാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ അവരുടെ മദാമയായിട്ട് തോളെ കൈവയ്ക്കാം. ഞാൻ അവർ മാത്രമേ ഉള്ളൂ. അവർ ഇടത്തുവശത്താണ് അവിടുത്തെ വണ്ടി ഓടിക്കുന്നത്. ഞാൻ എൻ്റെ ഇടത്ത് കൈ അവരുടെ തോളയിലിട്ട് വെച്ചിട്ട് പറഞ്ഞു, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ പുഷ്പൻ്റെ ഭാര്യയുടെ വയറ്റിനകത്തുള്ള സ്ത്രീ കുഞ്ഞ് ആണായിട്ട് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡൽഹിയിൽ ചൂട് കൂടി തുടങ്ങിയപ്പോൾ നമ്മുടെ സാത്താനപ്പൂപ്പൻ എന്നറിയപ്പെടുന്ന PG വർഗീസ് കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇയാൾ അറിയപ്പെടുന്ന ഒരു വചന വടുവയാണ്. ഇയാൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗം നിങ്ങൾ കാണുക. ഈ അപ്പൂപ്പനെ സാത്താനപ്പൂപ്പൻ എന്ന് വിളിക്കുവാൻ കാരണം മറ്റൊന്നുമല്ല, ഇയാളുടെ ആ പ്രവർത്തന ശൈലിയും ആ വചനവിരുദ്ധമായ പ്രവൃത്തികളും കൊണ്ടാണ്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം പോലും സെക്കൻഡുകൾക്കുള്ളിൽ നടത്തുവാൻ കഴിയാവുന്ന എക്സ്റേ ഫിറ്റഡ് കണ്ണുകളുള്ള ആളാണത്രേ ഈ സാത്താനപ്പൂപ്പൻ. സംശയമുണ്ടോ? ഇതാ കണ്ടു. ഞാൻ അമേരിക്കയിൽ ഒരു പുഷ്പൻ്റെ വീട്ടിൽ പോയി. മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ എയർപോർട്ടിലോട്ട് കൊണ്ടുവിടുകയാണ്. അവരെൻ്റെയൊക്കെ പറഞ്ഞ് ഞാൻ നിന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ട് വെച്ച്, മദാമയാണ്, അവിടെ കൊണ്ടുവിട്ട് വെച്ച് ഞാൻ നേരെ ആശുപത്രി പോവാ പ്രസവിക്കാനായിട്ട്. ഞാൻ ചോദിച്ചു, ആൺകൊച്ചാണോ വേണ്ടിയത് പെൺകൊച്ചാണോ? അവർ പറഞ്ഞു നാളെയാ പ്രസവം, ഇനിയിപ്പോൾ പറയാനൊക്കുമോ? ഞാൻ പറഞ്ഞാലും എന്നാലും പറ, ഞാൻ ദൈവത്തിൻ്റെ ഒക്കെ പറയാം. അയ്യോ ഇത് പെൺകൊച്ചാന്ന് ഞങ്ങൾ അറിഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയത് ആൺകൊച്ചോ പെൺകൊച്ചോ? പറഞ്ഞു ആൺകൊച്ചാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ അവരുടെ മദാമയായിട്ട് തോളെ കൈവയ്ക്കാം. ഞാൻ അവർ മാത്രമേ ഉള്ളൂ. അവർ ഇടത്തുവശത്താണ് അവിടുത്തെ വണ്ടി ഓടിക്കുന്നത്. ഞാൻ എൻ്റെ ഇടത്ത് കൈ അവരുടെ തോളയിലിട്ട് വെച്ചിട്ട് പറഞ്ഞു, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ പുഷ്പൻ്റെ ഭാര്യയുടെ വയറ്റിനകത്തുള്ള സ്ത്രീ കുഞ്ഞ് ആണായിട്ട് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. 5-ാമത്തെ ദിവസം എനിക്ക് ഫോൺ വന്നു, ആൺകൊച്ച്. 2 വർഷം മുമ്പ് ആ കൊച്ചിനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് ഡൽഹി വന്ന് അവർ അമേരിക്കയിൽ നിന്ന് ആ കൊച്ചിനെ കാണിക്കാനായിട്ട്. നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങളുടെ വിവാഹത്തിന് വേണ്ടിയും പന്തൽ ഒരുങ്ങട്ടെ, കല്യാണ സദ്യ ഒരുങ്ങട്ടെ, മണവാട്ടിയായിട്ട് നിൽക്കട്ടെ, മണവാളനായിട്ട് നിൽക്കട്ടെ. മക്കളില്ലാത്ത ഒരു ആശുപത്രിയിൽ പോയിട്ട് മക്കളുമായിട്ട് മടങ്ങി വരട്ടെ. പ്രാർത്ഥിക്കാൻ പോവാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. സാത്താനപ്പൂപ്പ ഇത്രയും പ്രായമായില്ലേ? ഇനിയും ഈ വചനക്കൊള്ളയൊക്കെ നിർത്തി വീട്ടിലിരുന്നുകൂടെ? കൊച്ചുമക്കളെയൊക്കെ കളിപ്പിച്ച് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നുകൂടെ? ഇങ്ങനെ ദുരുപദേശവുമായി നാട് നീളെ നടക്കണോ? ഈ പാപമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.